ഈ സംഭവം നിങ്ങൾക്ക് നല്ല റിലേറ്റബിൾ ആയിരിക്കും. യെസ്, ഈ ലോകത്ത് രണ്ട് തരം ആൾക്കാരുണ്ട്. അതിൽ ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ അയാൾക്ക് എല്ലാം അറിയാം, തനിക്ക് ഇനി ഒന്നും പഠിക്കാനായിട്ട് ലോകത്തൊന്നുമില്ല, തനിക്ക് എല്ലാം അറിയാം എന്നുള്ള മൈൻഡ് സെറ്റിന്റെ ഒരാൾ. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ അയാൾ നല്ല പാണ്ഡിത്യല്ല, നല്ല അറിവുള്ള വ്യക്തിയായിരിക്കും. പക്ഷെ അയാൾ പറയും താൻ ഇനിയും പഠിക്കാനുണ്ട്, താൻ ഒന്നും പഠിച്ചിട്ടേ ഇല്ല, ഇനിയും കുറെ പഠിക്കാനുണ്ട് എന്നുള്ള മൈൻഡ് സെറ്റിന്റെ ഒരാൾ. അതായത് ഇതിനെ വിളിക്കുന്ന പേരാണ് ദ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഈ ആദ്യത്തെ ആളുണ്ടല്ലോ, അയാൾ ആദ്യമായിട്ട് ജിമ്മിൽ പോവാ. ആ ഗ്രാഫിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും മൗണ്ട് സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേജിലായിരിക്കും. അയാൾക്ക് എല്ലാം അറിയാം, അത് സിമ്പിൾ ആണ്, ആദ്യത്തെ ഒരാഴ്ച ഇത്ര പണിയേ ഉള്ളൂ, ഇത് എനിക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും, ഇത് സിമ്പിൾ തോട്ടുണ്ടാവുകയാണ്. രണ്ടാമത്തെ ആഴ്ച അയാൾ വരുമ്പോൾ ദ വാലി ഓഫ് ഡിസ്പയർ ആവുകയാണ്. അതായത് ആ ഒരു ഡൗൺഫാളിലേക്ക് പോവാണ്, ഡിപ്പ് ആവുകയാണ്. അതായത് വിചാരിച്ചാതിരില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ഇത് കുറച്ചുണ്ട് കേട്ടോ, വിചാരിച്ചാതിരല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരികയാണ്. അതായത് കാര്യത്തോട് അടുക്കുമ്പോൾ സംഭവം മനസ്സിലാക്കി തുടങ്ങും. അതായത് സിമ്പിളാക്കി പറയുകയാണെങ്കിൽ തനിക്ക് ഒന്നും അറിയൂല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തനിക്ക് എല്ലാം അറിയാം, അത് എനിക്കറിയാം, ഇതറിയാം എന്നുള്ളൊരു ഫേക്ക് കോൺഫിഡൻസ് ഇട്ടിട്ട് നടക്കുന്ന പരിപാടി. പക്ഷെ തനിക്ക് ഏകദേശം എല്ലാ കാര്യത്തിലും അറിവുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് തനിക്കൊന്നും അറിയില്ല, ഇനിയും പഠിക്കാനുണ്ട് അതിനുള്ള ഒരു ത്വര ഉണ്ടാവുന്ന ആ ഒരു സംഭവത്തെ പറ്റി പറയുന്നത്. അപ്പൊ ഈ സംഭവം കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, കാരണം ലൈഫിൽ വളരെ നല്ല രീതിയിൽ ഉപകാരപ്രദമാവും. മറക്കണ്ട ദ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ്. അപ്പോൾ ഫോളോ ചെയ്തിട്ട് പോവാ, ശരിയാവുന്നേ. ശരി എന്നാ.